എന്താ വേണ്ട? ഹായ് ഓൾ, ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഇൻട്രോ എടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സ്വെറ്റിംഗ് ആണ്. ഫാനൊക്കെ ഓഫ് ചെയ്തപ്പോൾ പറ്റുന്നില്ല. ബാംഗ്ലൂർ പണ്ടത്തെ ബാംഗ്ലൂരല്ല ഗൈസ്, സത്യമായിട്ടും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ആൾ നല്ല ഉറക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ വിചാരിച്ചൊരു ക്വിക്ക് ഇൻട്രോ എടുക്കാമെന്ന്. ഞാൻ 6 മന്തിൻ്റെ അവളുടെ ബേബി ഫുഡ് കഴിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 7th മന്തിനെയും കൂടെ കാണിക്കാമെന്ന്. സോ 7th മന്തിൽ അവൾ 3 times ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 15 days ബിഫോർ ആണ് ആക്കിയത്. സോ അതിൽ എന്തൊക്കെയാണ് അവൾ കഴിക്കുന്നത്, എന്താണ് ഒരു വാട്ട് ഷീ ഈറ്റ്സ് ഇൻ എ ഡേ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ഇൻഫർമേഷണൽ വീഡിയോ ആയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. സോ എല്ലാവരും, കാരണം യൂസ്ഫുൾ ആവും, അമ്മമാരുണ്ടാവും, എല്ലാവരും അത് ആ രീതിയിലെടുത്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവൾ കഴിക്കുന്നതും കാര്യങ്ങളും എന്തൊക്കെയാണ് കൊടുത്തത്, ഫുഡിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരാം. ആ വീഡിയോയിലൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മോംസ് റിലേറ്റഡ് വീഡിയോസ്, ട്രാവൽ വ്ളോഗ്സ്, ഇപ്പോൾ കുറച്ച് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ കുറവാണ്. പിന്നെ ഇൻഫർമേഷണൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വഴിയെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു 7 month കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, 3 times എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫുള്ളായിട്ടുള്ള റൊട്ടീൻ കാണിക്കാൻ കുറച്ച് ഡിഫറെൻറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ സിംഗിൾ കിഡിൻ്റെ മോമല്ലല്ലോ, ഒരു ടോഡ്ലറും കൂടെ ഉണ്ട്. ടോഡ്ലറിൽ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഒബിയസ്ലി അവരുടെ പ്ലാൻ വേറെ ആയിരിക്കും, നമ്മുടെ പ്ലാൻ വേറെ ആയിരിക്കും. ഇപ്പോൾ അവൾ രാവിലെ എണീച്ച് വന്നിരിക്കുകയാണ്. വന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഇരിക്കും. അപ്പം ഞാൻ നേരെ അവളുടെ ഫുഡ് റൊട്ടീൻസിലേക്കാണ് പോകുന്നത്. അവൾക്ക് ആദ്യം ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് രാവിലെ പോഹ പൊരിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോഹയും ആപ്പിളും കൂടെയാണ് ഞാനിപ്പോൾ അവൾക്ക് കൊടുക്കാൻ പോകുന്നത്. ഒരു ഷോർട്സ് ഇട്ടിരുന്നത് നേരത്തെ ഞാൻ പോഹയും ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഉള്ളതാണ്. ഇതിൽ ഞാൻ ഫ്രൂട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൾക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഭയങ്കര എളുപ്പമാണ്. പോഹ ഒരു 1-2 സ്പൂണ് നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ട് വാട്ടറിൽ സോക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും സോക്ക് ചെയ്ത് വെക്കുക. അത് സോക്ക് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോളം സോക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്ത് ചേർക്കണം. ഒരു ഹാഫ് ആപ്പിളേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതും കട്ട് ചെയ്ത് ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ പോഹയും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത്. പോഹയൊക്കെ വന്നിട്ട് വെയിറ്റ് ഗെയിൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ്. പിന്നെ വന്നിട്ട് ആപ്പിളിൻ്റെ കാര്യം പറയാനില്ല. വൈറ്റമിൻ എയും പിന്നെ ഗുഡ് ഫോർ ഡൈജഷൻ ആണ്. ഫ്രൂട്ട്സ് 6 monthsലുള്ള കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് തൊട്ട് കൊടുക്കാവുന്ന ഒരു ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ട് അവൾക്ക് സ്റ്റാർട്ട് ചെയ്തത് ആപ്പിളിൽ നിന്നാണ്. അപ്പോൾ ആപ്പിൾ ഡൈജസ്റ്റ് ചെയ്യാനും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആപ്പിളിലെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഗുഡ് ഫോർ സ്കിന്നാണ്, ഗുഡ് ഫോർ ഐറ്റ്സ് ആണ്, ഗുഡ് ഫോർ വെയിറ്റ് ഗെയിൻ ആണ്. ഒരുപാട് രസമാണ് കഴിക്കാൻ അവർക്കത്. എങ്ങടാണോ വരുന്നത്? വേറൊരു മൈൽ സ്റ്റോണും കൂടെ അവൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ക്രോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവൾ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് എന്നെ തിരഞ്ഞു വരലാണ് പതിവ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അവൾ. കേളാണല്ലോ നമ്മുടെ. ചൂടുണ്ടോ ആറ്റാണോ? അപ്പോൾ അവൾ 7 month കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ക്രോൾ ചെയ്യാനും തന്നെ ഇരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ കുട്ടികൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അവളുടെ മൈൽ സ്റ്റോൺ ഇപ്പോൾ ഇതാണ് നടന്നിരിക്കുന്നത്. ഓരോരോ കുഞ്ഞുവാവുകൾ എപ്പോഴാണ് ഇരുന്നിക്കുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അവൾക്ക് മസാജൊക്കെ ചെയ്ത് ഒന്ന് കുളിപ്പിച്ച് എടുക്കും. കഴിക്കുന്നതിന് മുമ്പ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര ഒരു വൃത്തികേടാക്കാറുണ്ട് അവൾ. അപ്പോൾ ഞാൻ എപ്പോഴും കഴിച്ച് കഴിഞ്ഞ ശേഷം ഒരു 1/2 hour ഗ്യാപ്പ് കൊടുത്തിട്ട് മേല് കഴുകി കൊടുക്കുക, കുളിപ്പിക്കുക എന്താ വെച്ചാൽ ചെയ്യാറുണ്ട് കേട്ടോ. കഴിച്ച ഉടനെ കുളിപ്പിക്കാത്തത് ഡൈജഷൻ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 hour to 1 hour ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. ആ സമയത്ത് അവൾ കളിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാ ഉറങ്ങുകയാണ്, നല്ല ഉറക്കമാണ് കുളി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ എണീച്ചു. ഒരു 1/2 hour ഉറക്കേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് എണീച്ചിരിക്കുകയാണ്. രാവിലത്തെ ഭക്ഷണം ഞാനൊരു 10 to 11 o'clock കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് അവളൊരു 2 മണിക്കുള്ളിൽ 2-2:30 ഒക്കെയുള്ളിൽ ഞാൻ അടുത്ത ലഞ്ച് കൊടുക്കാൻ ശ്രമിക്കും. ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോയും ബനാനയും കൂടിയാണ് കൊടുക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ സ്റ്റീം ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2 പീസ് മതിയാവും കേട്ടോ. കാരണം സ്വീറ്റ് പൊട്ടറ്റോ വന്നിട്ട് ഭയങ്കര ഹെവി ആയിരിക്കും കുട്ടികൾക്ക്. നമ്മൾ കഴിക്കുമ്പോൾ ഹെവി ആയിരിക്കില്ലേ. അതിലൊരു 1/2 ബനാന ചേർക്കുന്നുണ്ട്. എന്തിനാ ബനാന ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാനയുടെ ഫ്ലേവർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബനാന എങ്ങനെ കൊടുത്താലും അവൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ബനാന ഞാൻ 1/2 ചേർക്കുന്നുണ്ട്. 1/2 ഈവനിങ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോയും ബനാനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒന്നും കുട്ടികൾ കഴിക്കണം എന്നില്ല കേട്ടോ. നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഒരു 2 to 3 സ്പൂൺസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ അവർ കഴിക്കുകയുള്ളൂ. കുഞ്ഞു വയറല്ലേ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഞാനിതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളിയിലാണ് കേട്ടോ അവരൊക്കെ, ഉച്ചക്കത്തെ കളിയിലാണ്. അതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് നല്ല കളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ കുഞ്ഞുമക്കളുടെ വയറ് വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫോഴ്സ് ഒന്നും ചെയ്യരുത്. ഇപ്പോൾ എല്ലാ ഐറ്റംസും അവർക്ക് ഇഷ്ടമാവണമെന്നൊന്നുമില്ല. ഇവളും കുറേ സാധനങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ചിലപ്പോൾ 3 നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ കുറയും. ഈ റീസെൻ്റ്ലി ആണ് ഞാൻ ഇവൾക്ക് റാഗി ആഡ് ചെയ്ത് തുടങ്ങിയത്. ഇവിടെ ഭയങ്കര തണുപ്പായില്ലേ, ഇപ്പോൾ ചൂടും തുടങ്ങി. ഞാൻ ഈ സമ്മർ റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഫുഡൊക്കെ ചെയ്യുന്നത് തന്നെ. ഇത് സമ്മറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് റാഗി. ചൂട് ശരീരത്തിന് റാഗി വന്നിട്ട് നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ബനാന സ്മാഷ് ചെയ്തിട്ട് കുറച്ച് റാഗി വന്നിട്ട് 1 സ്പൂൺ റാഗി വന്നിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അടുത്തത്. എന്നിട്ട് അതിൽ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. വെറുതെ റാഗി കൊടുക്കുമ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമായി തുടങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അവൾക്ക് അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ 7 to 7:30 ഫുഡ് കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 3 ടൈമിൽ ഫുഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. റാഗി നിങ്ങളിനി ചൂടിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ, കൊടുക്കാൻ മറക്കല്ലേ. യൂസ്ഫുള്ളായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ, ടേക്ക് കെയർ.